സ്നേഹോദാരനിധേ ഞങ്ങളാത്മപൂജകളേകവേ പുഞ്ചിരിത്തൂമയാൽ നിത്യമംഗളം ചൊരിയേണമേ. ഹലോ, അതെ, ഹോൾഡ് ഓൺ പ്ലീസ്. ഹലോ, സ്പീക്ക് ഓൺ. എന്റെ ഗുരുവായൂരപ്പാ, ഒന്നും നിർത്തണോ? എന്തിനാ എത്ര ഒറ്റയും ബഹളൊക്കെ? കണ്ണും ചെവിടും കേട്ടൂടാ. ഇതൊന്നും ഇങ്ങനെ സ്വാമിക്ക് ഇങ്ങനെ എഴുന്നള്ളാൻ പറ്റില്ലേ? നേരത്തെ നാഴെയും മുമ്പ് ആദ്യം വലിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഒന്ന് കൈ കിട്ടിയ എന്താ ഫ്ലൈറ്റ് ഡിലേ ആണ്. ഫ്ലൈറ്റ് നിന്റെ അമ്മ. എന്റെ ദൈവമേ, എന്റെ പണി പോയാല്. സോറി മന്ത്രി സാർ, ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു മെസ്സേജ് ഉണ്ട്. ഇപ്പൊ എയർപോർട്ടിൽ നിന്ന് പുറപ്പെട്ടു കാണും. ബഹളം വെച്ചിട്ട് കാര്യമില്ല. ദർശനത്തിനാണെങ്കിൽ വൈകിട്ട് പ്രാർത്ഥനായോഗത്തിന് വന്നോളൂ. എല്ലാവർക്കും സ്വാമിയെ കാണാം. തൽക്കാലം എല്ലാവരും ഒന്ന് പിരിഞ്ഞു പോവാ. ഞാൻ ഈ പറഞ്ഞത് പോലീസുകാർക്ക് ബാധകമല്ലോ. ഈ മലയോര ഭൂമി ദേവസ്ഥന് വിട്ടുകൊടുക്കാൻ കോടതി വിധിയുണ്ടെങ്കിലും
അവിടെ കയ്യേറി താമസിക്കുന്നവരെ പെട്ടെന്ന് ഇറക്കി വിടാൻ പറ്റൂ? പ്രയാസം കാണും. എന്നാലും ഭൂമി വീണ്ടെടുക്കാതെ പറ്റില്ലല്ലോ. സ്നേഹത്തോടെ അവരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയാൽ സാധിക്കും എന്നാണ് എന്റെ വിശ്വാസം. എന്റെ ദൗത്യവും അതാണ്. ഒരു കാലത്ത് സ്വാമികൾ ഇവിടുത്തെ വിപ്ലവ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ഒരാളായിരുന്നില്ലേ? പിന്നീട് എന്തുകൊണ്ട് വഴിമാറി? ആര് പറഞ്ഞു വഴിമാറിയെന്ന്? വിപ്ലവാചാര്യന്മാരായ മാർക്സും ഏംഗൽസും തങ്ങളുടെ ജീവിതാവസാനം വരെ ആത്മീയവാദിയായ ഹെഗലിനോടുള്ള കടപ്പാട് വ്യക്തമാക്കിയിരുന്നു. ആത്മശക്തി ആർജിക്കാതെ ഭൗതികമായ നേട്ടങ്ങൾ കൈവരിച്ചതുകൊണ്ട് മാത്രം മനുഷ്യൻ പൂർണ്ണനാവുന്നില്ല എന്നറിഞ്ഞവരായിരുന്നു അവർ. ഈ രണ്ട് ധാരകളെയും സമന്വയിപ്പിക്കാനാണ് അവർ ശ്രമിച്ചത്. എളിയ മട്ടിലാണെങ്കിലും എന്റെയും ശ്രമം അത് തന്നെയാണ്. ഇത് റിസപ്ഷൻ കമ്മിറ്റി ചാർട്ട് ചെയ്ത പ്രോഗ്രാംസ് ആണ്. ചെയർപേഴ്സൺ ഡിസ്ട്രിക്ട് കളക്ടർ മിസ് ലക്ഷ്മി മേനോൻ. ഇനി പ്രത്യേകിച്ച് എവിടെയെങ്കിലും പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നേരത്തെ അറിയിക്കണം. സെക്യൂരിറ്റി അറേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയാണ്. സെക്യൂരിറ്റി? ചീഫ് മിനിസ്റ്റർ നേരിട്ട് വിളിച്ച് പറഞ്ഞതായിരുന്നു സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന്. ചുറ്റും ആയുധധാരികളായ പോലീസുകാരെ കാവൽ നിർത്തി എന്നെ തടവിലിടാനാണ് ഉദ്ദേശം. എല്ലാ ചങ്ങലകളും പൊട്ടിച്ചെറിയാനായിരുന്നു എന്റെ ശ്രമം. ലൗകിക ജീവിതത്തിലെ പൂർവ്വ ബന്ധങ്ങളിൽ നിന്നും മോചനം നേടാനായിരുന്നു എന്റെ തപം. പക്ഷേ ഇവിടെ വന്നപ്പോ പഴയ ഓർമ്മകൾ എന്നെ വേട്ടയാടുന്നു. അതിൽ നിന്ന് എന്നെ രക്ഷിക്കാനാവുമോ നിങ്ങളുടെ പോലീസുകാർക്ക്? പ്രത്യേകിച്ച് മറ്റെങ്ങും പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ തോന്നുമ്പോൾ അറിയിക്കാം. മറ്റെന്തെങ്കിലും? ശിവന് സുഖല്ലേ? ലക്ഷ്മി, 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 അമ്മേ ലക്ഷ്മി എടുത്തു. ശിവ, ഇത്രയും കാലം സ്വന്തം കാര്യം നോക്കാതെ അമ്മയല്ലേ പെങ്ങന്മാരെന്ന് കരുതി നിങ്ങൾക്കൊക്കെ വേണ്ടി കഷ്ടപ്പെട്ടവനാണ് ഞാൻ. എന്നിട്ട് തറവാട്ട് മുതലെടുത്ത് ഞാൻ എന്റെ ഭാര്യ വീട്ടിൽ കൊടുത്ത് ആക്ഷേപിച്ചാൽ നിങ്ങളുടെയൊക്കെ നാക്ക് വിളിച്ചു. ഇല്ലാണ്ട് എവിടെ നിന്നെടുത്താടാ നീ അവളുടെ വലിയ സ്വത്തും പണമൊക്കെ സമ്പാദിച്ചത്? അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. അമ്മയാണെന്നൊന്നും ഞാൻ നോക്കൂല. ഏയ്, നിങ്ങൾ വഴക്കൊക്കെ നിർത്തി കേസിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയേ. അതല്ലേ ഇവിടെ പ്രധാനം. തിരുമേനൂടെ കേക്കട്ടെ. കേട്ടെടുത്തോളൊക്കെ മതി. ഇനിയുള്ളത് നിങ്ങൾ തമ്മിൽ ആയിക്കോളൂ. പോരാ, തിരുമനസ് എന്നെപ്പോലെ തന്നെ ഈ തറവാട്ടിലെ ഒരു സംബന്ധക്കാരനല്ലേ? അറിയണം, കടബാധ്യതയ്ക്കുള്ള കോർട്ട് ഓർഡറാ വന്നിരിക്കുന്നേ. അന്യായക്കാരുടെ കോടതി ചെലവടക്കം 1,50,000 രൂപ പെട്ടെന്ന് കൊടുത്തു തീർക്കാൻ. ഇല്ലെങ്കിൽ ഈ തറവാടും സ്വത്തുക്കളും ലേലം ചെയ്ത് കോടതി കടമീടാക്കും. എന്റെ ഗുരുവായൂരപ്പ, തിരുമേനിക്ക് ഈ കാര്യത്തിൽ അഭിപ്രായം ഒന്നും പറയാനില്ലേ? ഞങ്ങൾക്ക് വേറെ സ്ഥലമുണ്ട്. തിരുമേനിയും ഭാര്യയും എന്താ ഭാവം? ഇത് നിങ്ങൾ അളിയന്മാര് തമ്മിലുള്ള കള്ളക്കളിയാണെന്ന് നമുക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷെ ഈ ചണ്ടിത്തരം നമ്മോട് വേണ്ടായിരുന്നു. തിരുമേനി, അന്തസ്സുള്ള കുടുംബത്തിലെ യോഗ്യന്മാരാണെന്ന് കരുതിയവര് ഇല്ലപ്പടിക്കൽ കാത്തുകിടന്ന് പലതും പറഞ്ഞ് മോഹിപ്പിച്ച ഈ ബന്ധത്തിൽ നമ്മെ കുടുക്കിയത്. ഒടുവിലിപ്പം കുടുംബത്തെ കടവും കൂടി പേറണമെന്ന്. പറ്റില്ല. ഇനിയും നമ്മെ ചണ്ട പൊട്ടിക്കാൻ നോക്കണ്ട. ആരും കാര്യങ്ങള് തിരുമേനി എന്തോ തെറ്റിദ്ധരിച്ചാണ് സംസാരിക്കുന്നത്. ഇയാൾ എന്തോ ധരിക്കട്ടെ. സരസ്വതി പറയൂ, എന്താ വേണ്ടത്? എനിക്കറിയേണ്ടത് എങ്ങനെ എത്രയൊക്കെ കടം വന്നു. ഏട്ടനല്ലേ കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നത്? ഞാനത് പറയണോ? എന്നെ കൊണ്ട് പറയിക്കണോ? അല്ലാതെ അറിയില്ലല്ലോ. അമ്മയെപ്പോലെ നീയും എന്നെ കള്ളനാക്കുകയാണെങ്കിൽ ഞാൻ പറയാം. 5-6 കൊല്ലം മുമ്പ് ഇവിടുത്തെ ഏറ്റക്കാരൻ നാരായണൻ കെട്ടിത്തൂങ്ങി മരിച്ചത് നിങ്ങളാരും മറന്നിട്ടില്ലല്ലോ.
ആ തീയച്ചക്കനെ ഇവിടുത്തെ തെക്കിനിട്ട് തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിന്നായിരുന്നു പോലീസ് കേസ്. ആ കേസ് ഒതുക്കി തീർക്കാനാ ഞാൻ കടം. ശ്രീധര, വക്കീലിനും പോലീസിനും സാക്ഷിക്കും വാരി കോരിക്കൊടുക്കാൻ. ഇല്ലായിരുന്നെങ്കിൽ ഈ കുടുംബത്തിന്റെ മാനം കെടുമായിരുന്നു. ഇത്രയൊക്കെ ചെയ്തിട്ടും പരാതിയാണ് ബാക്കിയെങ്കിൽ മതി. നന്ദി കെട്ട നിങ്ങളുടെ കാര്യത്തിൽ ഇനി ഞാൻ ഇടപെടില്ല. എന്റെ മോളെയും വിളിക്കൂ. അവളെയും ഇനി ഇവിടെ നിർത്തുന്നില്ല. ലക്ഷ്മി, 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 അച്ഛൻ നിന്നെ അക്കരെ കൊണ്ടുപോകാനാ വിളിക്കുന്നത്. ലക്ഷ്മി, എന്നാ ശിവനും വാ, ഒരുമിച്ച് പോവാലോ. നിന്നെ മാത്രമേ കൊണ്ടുപോകൂ. എവിടെയെങ്കിലും കയറി വിളിച്ചോ. അയ്യോ, എവിടെയാ വിളിക്കുക? വാ, അതായത് കയറാം. ലക്ഷ്മി, ആഹാ, നിന്നെ എവിടൊക്കെ അന്വേഷിച്ചു? ദേ അച്ഛൻ വിളിക്കണ ഉമ്മർത്ത്, വേഗം ചെല്ല്. ഈ സ്റ്റെക്കന്റെ കൂടെ കൂട്ടുകൂടി അസ്വത്തായി. പോകരുത്. അവിടത്തേക്ക് അഹിതായിട്ട് എന്തെങ്കിലും തോന്നിയെങ്കിൽ എന്നെ ശിക്ഷിച്ചോളൂ. ഒരു തെറ്റും ചെയ്യാത്ത നമ്മുടെ മോനെ ഉപേക്ഷിക്കരുത്. നമ്മുടെ മോനോ? ഇവനാ തീയന്നാരായണന്റെ സന്തതികളെന്ന് എന്താ ഉറപ്പ്? എന്റെ ദൈവമേ, ഞാൻ എന്താ ഈ കേൾക്കുന്നത്? വരുത്, അങ്ങനെ പറഞ്ഞിറങ്ങി പോരുത്. ഭഗവാനാണ്, എന്റെ പൊന്നു കുഞ്ഞാണ് സത്യം. ഇവൻ എവിടുത്തെ മകനാണ്? ഞാൻ പറയുന്ന വിശ്വസിക്കും. ആളുകൾ പറയുന്നത് അങ്ങനെയല്ലല്ലോ. അങ്ങേക്കറിയാലോ സത്യം. നാരായണനെ അന്ന് തെക്കിനിയിൽ നിന്ന് പിടിച്ചിറക്കിയപ്പോൾ ഇവിടത്തോടൊപ്പം മുറിക്കാത്ത ഞാനും ഉണ്ടായിരുന്നല്ലേ. അന്നവൻ ഉറക്കെ കരഞ്ഞു വിളിച്ചത് ഏത് തമ്പുരാട്ടിയുടെ പേരായിരുന്നു അങ്ങ് കേട്ടതല്ലേ? കേട്ട് കേൾവി ഏറെയുണ്ട്. നിന്റെ ഏട്ടൻ ഇല്ലത്തേക്ക് തരാമെന്നേറ്റ വസ്തുവകളെ കുറിച്ച് ഓർത്താ. കിഴക്കേ പാടവും പുരീടവും എല്ലാം അങ്ങോട്ട് പോയില്ലേ. ഇനിയും ഈ വിഴുപ്പരക്കാൻ എന്നെ കൊണ്ട് ആവില്ല. അന്തി ഉറങ്ങാൻ ഒരു ആൺതുണിയാണ് ആവശ്യമെങ്കിലേ വേറെ ആളെ പോയിക്കോളൂ. സ്വത്ത് മോഹിച്ചിട്ടൊന്നുമല്ല ജപ്തി ഒഴിവാക്കാതെ കരുതിയ. അതും നിങ്ങളൊക്കെ സമ്മതിച്ചാ മാത്രം കടം വീട്ടി ഞാൻ എടുത്തോളാം. നാളെ പിന്നെ അതുമേ ഒരു പരാതി ഉണ്ടാവരുത്. എന്ത് പരാതി മേന്നെ? ഞങ്ങൾ അതൊരു പുണ്യമായിട്ടേ കരുതും. വെളുനാട്ടിൽ പോയി കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ അങ്ങനെ വെറുതെ ഒന്നും അങ്ങോട്ട് തരാനൊക്കെയില്ല. സ്വത്ത് മുഴുവൻ എന്റെ പേർക്ക് എഴുതി തരേണ്ടി വരും. ആവാമല്ലോ. ഇവരുടെ ഏട്ടത്തിക്കൊണ്ടല്ലോ അവകാശം. ഏട്ടത്തിയോട് അമ്മ പറയാ, കോടതി ലേലം ചെയ്യുന്നതിലും ഭേദമല്ലേ ഞങ്ങളുടെ കയ്യിലിരിക്കുക. ഏട്ടത്തിക്കും ഇവിടെ താമസിക്കാലോ. ഞാൻ സരസ്വതിയോട് പറയാം. ബ്ലഡി ഫൂൾ. അത് ഇവിടെ കിട്ടുമെന്നറിയില്ല അമ്പ്ര. ഞാൻ വേണമെങ്കിൽ അന്വേഷിക്കാം. നോൺസെൻസ്. അതും നോക്കാം. അമ്മേ, ദേ അച്ഛൻ. അച്ഛാ, തൊട്ട അശുദ്ധാക്കി മാറിപ്പോ. അല്ല, ഇത് നമ്മുടെ അല്ലേ വിത്ത്? വിതച്ചെടുത്താ പിഴച്ചത്. ശിവ, പിഴച്ചുന്നോ? എന്താ കിഴക്കേടം പറയണേ? നമുക്ക് അച്ഛ ഒട്ടും മുഷിയില്ല. പാലടയിൽ മുഴുപ്പുള്ള പൂമ്പഴം കുത്തി കഴിച്ചു നോക്കിണ്ടോ? അതിന്റെ ഒരു രസ വായിൽ ഊർണേ. ചൂഷണം ചെയ്യുന്ന അവസാനിപ്പിക്കുക. തൊഴിലാളികളുടെ വേതനം കൂട്ടിത്തരിക. കയർ തൊഴിലാളി യൂണിയൻ സിന്ദാബാദ്. ചൂടിപ്പേരയിലെ പെണ്ണുങ്ങളുടെ നേതാവാ കാർത്തി. പാർട്ടിക്കാർ പിന്നിലുണ്ടെന്നുള്ള ധൈര്യം അവർക്ക്. കൊടി പിടിച്ച് എന്റെ കച്ചവടം പൊളിക്കാനാ പ്ലാൻ. പാർട്ടി തേങ്ങാക്കൊല അടിച്ചോടിക്കാൻ പറ്റുകളെ.